അപ്പോൾ ഇന്നത്തെ ഇൻസൈറ്റിന്റെ സെഷനിലേക്ക് വന്നിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പതിവ് പോലെ തന്നെ ഒരു ചെറിയ ടോക്കും പിന്നെ നമ്മുടെ മെഡിറ്റേഷനും കൂടെ ചെയ്യാമെന്നാണ് കരുതുന്നത്. നമ്മളുടെ ഉള്ളിൽ ഒരു ശീലം രൂപപ്പെടുന്നത് 2 ഘട്ടമായിട്ടാണ്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. 2 സ്റ്റെപ്സ് ഉണ്ട് അതിന്. ഒന്ന്, നമ്മൾ എന്തെങ്കിലുമായിട്ട് ഇഷ്ടമോ അനിഷ്ടമോ നമുക്ക് തോന്നുന്ന ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഉണ്ട്. എന്ത് കാര്യങ്ങൾ നമ്മൾ അറിയുമ്പോൾ നമ്മളത് മനസ്സുകൊണ്ട് അതിനെപ്പറ്റി ചിന്തിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിനെ വിവേചിച്ച് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സെൻസേഷൻ, ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഒരു സെൻസേഷൻ ഉണ്ടാവും. അത് നമ്മുടെ വിവേചനത്തിന്റെ സ്വഭാവം അനുസരിച്ച് നല്ലതായിട്ടാണ് നമ്മൾ അതിനെ മനസ്സുകൊണ്ട് കാണുന്നതെങ്കിൽ ശരീരത്തിൽ സുഖകരമായ ഒരു സെൻസേഷൻ ഉണ്ടാവും. അതല്ല ദോഷകരമായിട്ടാണ് നമ്മുടെ മനസ്സ് അതിനെ വ്യാഖ്യാനിക്കുന്നതെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അസുഖകരമായ ഒരു സെൻസേഷൻ, ഇറിറ്റേഷൻ തോന്നുന്ന അല്ലെങ്കിൽ അസ്വസ്ഥത തോന്നുന്ന ഒരു സെൻസേഷൻ ആയിരിക്കും ഉണ്ടാവും. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോ ആ ഒരു സെൻസേഷനോട് നമ്മൾ ഒരു തവണ നമ്മൾ ഇഷ്ടോ അനിഷ്ടോ കാണിക്കുന്നു. സെൻസേഷന്റെ സ്വഭാവം അനുസരിച്ച് അല്ലെങ്കിൽ ബോഡിയിൽ ഉണ്ടാകുന്ന ഫീലിംഗ് അനുസരിച്ച് നമ്മൾ ഇഷ്ടോ അനിഷ്ടോ കാണിക്കുന്നു. അത് ഒറ്റ തവണ. പക്ഷെ ഒരു തവണ ചെയ്തതുകൊണ്ട് മാത്രം ഒരു ഹാബിറ്റ് ഫോം ചെയ്യത്തില്ല. ഒരു ഹാബിറ്റ് ഫോം ചെയ്യാന്ന് പറഞ്ഞപ്പോൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോഴാണ്, എന്ത് കാര്യങ്ങളും നമ്മൾ കൂടുതലായിട്ട് റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് അത് ഹാബിറ്റായി ഫോം ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയ, ഇൻസ്റ്റഗ്രാമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനം നമ്മൾ ആദ്യത്തെ ഒരു ദിവസം ഉപയോഗിച്ചു, അതുകൊണ്ട് പക്ഷെ നമുക്ക് അതിന്റെ അഡിക്റ്റ് ആവുന്നില്ല. നമ്മൾ നിരന്തരമായിട്ട് അതിനകത്ത് കയറുകയും ആ സമയമാകുമ്പോൾ ഉപയോഗിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ ന്യൂറോൺ പാത്ത് സെറ്റ് ആവുന്നത്. ന്യൂറോൺ പാത്ത് സെറ്റ് ആകുമ്പോഴാണ് അതൊരു ഡയറക്റ്റ് വയറിംഗ് ആവും. ആ ന്യൂറോൺ വയറിംഗ് വരുമ്പോഴാണ് അവിടെ ഒരു പാത്ത് സെറ്റ് ആയി കഴിയുമ്പോഴാണ് അതൊരു ഹാബിറ്റായി മാറും. അപ്പോ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ചെയ്യുന്നത് നല്ലതായാലും ചീത്തയായാലും റിപ്പീറ്റ് ആയിട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് ഹാബിറ്റായി മാറും. അപ്പൊ ഇതാണ് നമ്മുടെ മനസ്സിന്റെ ഒരു സ്വഭാവം. നമ്മൾ ആ ഒരു സ്വഭാവത്തിന്റെ കൂടെ മറ്റൊരു കാര്യം കൂടെ അറിയേണ്ടതായിട്ടുണ്ട്. നമ്മളിത് ചെയ്യാതിരുന്നാൽ, അതായത് ആ ചെയ്യുന്ന പ്രവൃത്തിയെ നമ്മൾ കുറയ്ക്കുകയും നമ്മൾ ചെയ്യാതിരിക്കുന്ന പ്രവൃത്തിയെ അല്ലെങ്കിൽ അങ്ങനത്തെ ആ ഒരു ഹാബിറ്റ് അല്ലെങ്കിൽ ആ റിപ്പീറ്റ് ചെയ്യുന്ന സ്വഭാവത്തെ നമ്മൾ ചെയ്യാതിരിക്കണ സമയം കൂടുകയും ഡ്യൂറേഷൻ കൂടുകയും ചെയ്തു കഴിഞ്ഞാൽ ഹാബിറ്റ് തന്നെ കുറയുകയും ചെയ്യും. അപ്പൊ ഏതാണ് സമയമാണ് അതിനകത്ത് പ്രധാനം. എത്ര സമയം നമ്മൾ ഇത് ഏതിന് കൂടുതൽ ചെലവാക്കുന്നു അതനുസരിച്ചാണ് ഹാബിറ്റ് ബിൽഡപ്പ് ചെയ്യുന്നത്. അപ്പൊ നമുക്കൊരു കാര്യത്തിനെ അൺലേൺ ചെയ്യണം അല്ലെങ്കിൽ നമുക്കതിനെ മാറ്റണം എന്നുണ്ടെങ്കിലും ആ ചെയ്യാതിരിക്കുന്ന ഹാബിറ്റ് ആ ഡ്യൂറേഷൻ കൂട്ടുക എന്നുള്ളതാണ്. ചെയ്യുന്ന ഡ്യൂറേഷൻ കുറച്ചുകൊണ്ട് വന്ന് ചെയ്യാതിരിക്കുന്ന ഡ്യൂറേഷൻ കൂട്ടി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഹാബിറ്റും കുറയും. കാരണം എന്തുകൊണ്ടാണ്? നമ്മുടെ മനസ്സിനകത്തും ശരീരത്തിനകത്തുള്ള എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എല്ലാ കലാപകണങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ ആറ്റമിക് സ്ട്രക്ചർ, നമ്മുടെ ബോഡി സ്ട്രക്ചർ കംപ്ലീറ്റ് ആയിട്ട് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതിനെ ഫ്രഷ് ആക്കി കൊടുത്തുകൊണ്ടിരുന്നില്ല എന്നുണ്ടെങ്കിൽ തന്നെ അത് ഫേഡ് ആയിക്കോളും. അത് നമ്മുടെ ഒരു ഗുണമാണ്. നമ്മുടെ മെമ്മറി പോലും അങ്ങനെയാണ്. നമ്മൾ ചില കാര്യങ്ങൾ സ്ഥിരമായിട്ട് ഓർത്ത് വെച്ചുകൊണ്ടിരിക്കും മാത്രമാണ് ആ മെമ്മറി എപ്പോഴും ഒന്ന് സ്ട്രോങ് ആവുന്നത്. ഒരിക്കൽ നമ്മൾ കണ്ടു അല്ലെങ്കിൽ അറിഞ്ഞ കാര്യങ്ങൾ നമ്മൾ അപ്പൊ തന്നെ വിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനകത്ത് അത് നിൽക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ, നമ്മൾ എത്രയോ കാര്യങ്ങൾ നമ്മുടെ മനസ്സിനകത്ത് നമ്മളിപ്പം ഓർക്കാത്ത കാര്യങ്ങളുണ്ട്. ആ സമയം ഓർക്കുന്ന കാര്യങ്ങളുമുണ്ട്. നമ്മൾ വീണ്ടും അതിനെ ഓർക്കുകയോ ഫ്രഷ് ആക്കി വെക്കുകയോ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ആ മെമ്മറിയിൽ നിൽക്കുന്നുള്ളൂ. അല്ലെങ്കിൽ അത്രയും ആഴത്തിലേക്ക് പോയി ആ വയറിങ് സ്ട്രോങ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മുടെ മനസ്സിൽ നിൽക്കത്തുള്ളൂ. അപ്പൊ ഇത് നമ്മൾ എപ്പോഴും എല്ലാ കാര്യത്തിലും ഓർക്കണം. നമുക്കിപ്പോൾ അതുപോലെ നമ്മുടെ ഹാബിറ്റുകളെ മാറ്റി നല്ല ഹാബിറ്റുകളെ നമുക്ക് ബിൽഡപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇതേ ലോജിക്ക് തന്നെയാണ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോ അഡിക്ഷന്റെ കേസിൽ നമ്മൾ ചെയ്യുന്നത് ഇത് തന്നെയാണ്. അഡിക്ഷൻ അല്ലെങ്കിൽ ലഹരിയോടുള്ള ആസക്തിയെ ഒരു സമയത്ത് തോന്നി, അത് റിപ്പീറ്റ് ചെയ്ത് എടുത്തു കഴിയുമ്പോൾ അതിനോട് ഇഷ്ടം തോന്നി. തന്നെയല്ല, ചില ഫീലിങ്ങുകൾ, ചില സാധനങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഫീലിങ്ങുകൾ അത്ര തീവ്രമാണ്. ഉദാഹരണത്തിന് സെക്ഷൽ പാഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഇൻബിൽറ്റ് ആയിട്ടുള്ള, പ്രകൃതി തന്നെ ഇൻബിൽറ്റ് ആക്കി തന്നിട്ടുള്ള ഒരു ഹാബിറ്റാണ്. അതുകൊണ്ടാണ് ആ സർട്ടൻ ഏജ് ആകുമ്പോഴത്തേക്ക് ആ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുകയും അതുവരെ നമ്മൾ കാണാതിരുന്ന മറ്റേ ലിംഗം അല്ലെ മറ്റേ ആ ജെൻഡറിന്റെ ശരീരമോ കാര്യങ്ങളോ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതുവരെ നമുക്ക് തോന്നാത്ത കാര്യങ്ങൾ ഈ ഹോർമോണിന്റെ പ്രവർത്തനം കൊണ്ട് നമുക്ക് തോന്നിത്തുടങ്ങും. അങ്ങനെയാണ് നമുക്ക് ഈ പറയുന്ന പോലെ എന്താ പറയാ സെക്ഷൽ ആയിട്ടുള്ള പാഷൻസ് ഡെവലപ്പ് ചെയ്യുന്നത്. അത് ഇൻബിൽറ്റ് ആണ്. കാരണം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വംശം അല്ലെങ്കിൽ മനുഷ്യരാശി അല്ലെങ്കിൽ ഓരോന്നിന്റെയും റിപ്രൊഡക്ഷൻ നടക്കണം എന്നുള്ളത് കൊണ്ട് പ്രകൃതി തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് അതിനകത്ത്.
പക്ഷെ അതിനെ നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ്. പക്ഷെ എന്നാലും അത് നമ്മളായിട്ട് ഉണ്ടാക്കുന്നതല്ല, സ്വാഭാവികമായിട്ട് തന്നെ ഉണ്ടായി വരുന്നതാണ്. അത് പ്രകൃതിക്ക് ആവശ്യമുള്ളതാണ്. പക്ഷേ അതുപോലെ തന്നെ നമ്മളുടെ ഇപ്പോ ഈ സിന്തറ്റിക് ആയിട്ടുള്ള ഡ്രഗ്സ് ഒക്കെ എടുക്കുമ്പോൾ, സിന്തറ്റിക് ആയിട്ടുള്ള ഡ്രഗ്സ് ഒരു ചെറിയ ഒരു അളവിൽ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തന്നെ അത് ഭയങ്കരമായിട്ടുള്ള അനുഭൂതി ഉണ്ടാക്കുമെന്ന് പറയുന്നത്. നമുക്ക് ഇത്ര തീവ്രമായിട്ടുള്ള അനുഭൂതി ഉണ്ടാക്കുമ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ അതിനകത്തോട്ട് പെട്ടുപോകാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് പറയുന്നത്. കാരണം നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റാത്തത്രയും നമ്മളെ അതിനകത്തോട്ട് അത് വലിച്ചടുപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ടെംപ്റ്റേഷൻ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ അവിടെ നമ്മളുടെ ആ ശരീരത്തിൽ ഉണ്ടാകുന്ന ഫീലിംഗ് ആണ്. അപ്പൊ നമ്മൾ എല്ലാ സമയത്തും നമ്മൾ അപ്ലൈ ചെയ്യേണ്ട നമ്മുടെ കറക്ഷൻ അപ്ലൈ ചെയ്യേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ഫീലിങ്സിലാണ്. ബോഡിയിൽ ഉണ്ടാകുന്ന ഫീലിങ്സ് അല്ലെ, ബോഡി സെൻസേഷൻസ് അല്ലെങ്കിൽ അനുഭൂതികൾ അല്ലെങ്കിൽ സംവേദനകൾ അല്ലെങ്കിൽ വേദനകൾ എന്ന് പറയുന്ന സംഭവങ്ങളെല്ലാം ഈ ഒരു കാര്യത്തിനാണ് നമ്മൾ പറയുന്നത്. അതായത് ശരീരം കൊണ്ട് നമ്മൾ ഫീൽ ചെയ്യുന്നതെല്ലാം ഫീലിംഗ് ആണ്. നമ്മളിപ്പോൾ ഈ ശരീരം കൊണ്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതെല്ലാം, നമ്മുടെ ശരീരം കൊണ്ട് ഫീൽ ചെയ്യുന്ന എന്തും ഫീലിംഗ് ആണ്. അതിനനുസരിച്ചാണ് നമ്മുടെ മനസ്സെപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതിന്റെ ഓർഡർ അങ്ങനെയാണ്. അതാണ് ഈ പ്രതീത്യ സമുത്പാദം എന്ന് പറഞ്ഞ ബുദ്ധന്റെ ആ ഒരു ഡിപ്പെൻഡന്റ് ഒറിജിനേഷനെ പറ്റി പറയുന്ന ഒരു പാസേജ് ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഓർഡർ പറയുന്നുണ്ട്. ആ ഓർഡറിന്റെ അകത്ത് തന്നെ നമ്മളോട് പറയുന്ന ഈ സെൻസേഷൻ വരുന്ന ഭാഗത്ത് പറയണത് വേദന പച്ചയ തനഹ എന്നാണ് പറയുന്നത്. അതായത് വേദനയാണ് തനഹയെ ഉണ്ടാക്കുന്നത്. വേദന എന്ന് പറഞ്ഞാൽ സംവേദന, ശരീരത്തിൽ ഉണ്ടാകുന്ന വേദന, പെയിൻ എന്നുള്ള അർത്ഥമല്ല, സംവേദനകൾ. ഈ സംവേദനയാണ് തനഹ ഉണ്ടാക്കുന്നത്. തനഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമോ അനിഷ്ടമോ കാണിക്കുന്ന, അല്ലെങ്കിൽ ആഗ്രഹം അല്ലെങ്കിൽ തൃഷ്ണ എന്ന് നമ്മൾ സംസ്കൃതത്തിൽ പറയും. തനഹ എന്ന് പറയുന്നതാണ് പാലി ഭാഷയിലെ വാക്ക്. അപ്പൊ ഈ ഇതുണ്ടാക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഫീലിങ്ങുകളാണ്. അപ്പൊ നമ്മൾ അതായത് തനഹയുടെ കാരണം എന്ന് പറയുന്നത് ഫീലിംഗ് ആണ്. അതിനെ എന്താ പറയുക, ട്രിഗർ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ഫീലിംഗ് ആണ്. ആ ഫീലിങ്ങിനെയാണ് നമ്മൾ ഒതുക്കേണ്ടത്. അതിനോട് നമ്മൾ പിന്നെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പിന്നെയും കൂടി വരും. കാര്യം നമ്മുടെ മനസ്സുകൊണ്ട് അതിനെപ്പോട്ട് റിയാക്ട് ചെയ്യുന്നു. റിയാക്ട് ചെയ്യുമ്പോൾ പിന്നെയും ശരീരത്തിൽ ഫീലിങ്സ് കൂടുന്നു. അതിനോട് പിന്നെയും നമ്മുടെ മനസ്സ് റിയാക്ട് ചെയ്യുന്നു. ആ ശീലത്തിൽ തന്നെ നമ്മൾ പെട്ടുപോകും. അപ്പൊ ആ ഒരു പോർഷനിൽ, അതായത് നമ്മുടെ ഫീലിങ്സ് വരുന്ന ആ ഒരു പോയിന്റിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, ആ ഫീലിങ്ങിനകത്തോട്ട് നമുക്ക് മുഴുകി അതിനകത്ത് ഇഷ്ടമോ അനിഷ്ടമോ കാണിച്ച് വേണമെങ്കിൽ എൻജോയ് ചെയ്യാം. അപ്പോൾ അത് പിന്നെയും ആ ശീലം കൂടുതൽ ബലവത്താവും, കൂടുതലായിട്ട് റിപ്പീറ്റ് ചെയ്ത് ശീലം കൂടുതൽ ഉറയ്ക്കും. അതല്ല എങ്കിൽ ഈ പറയുന്ന സെൻസേഷന്റെ ആ പോയിന്റിൽ തന്നെ നമുക്ക് അതിനെ ഒബ്സർവ് ചെയ്ത് അതിനെ ഫെയ്ഡ് ആകാൻ അനുവദിക്കും. ഇത് രണ്ട് ഓപ്ഷൻ നമ്മുടെ കയ്യിലാണ്. ഒന്നുകിൽ അതിനോട് പ്രത്യേകിച്ച് താല്പര്യമൊന്നും കാണിക്കാതെ, വികാരങ്ങൾ കാണിക്കാതെ നിർവികാരമായി, വികാരം എന്ന് പറയുമ്പോൾ നമുക്ക് ഇമോഷനാണ്, ഇമോഷൻ എന്ന് പറയുന്നത് ഇഷ്ടമാണ്, അത് കാണിക്കാതെ നമുക്ക് വേണമെങ്കിൽ അതിനെ ഫെയ്ഡ് ആകാൻ അനുവദിക്കാം. നമ്മുടെ ബോഡിയിലേക്ക് അതിനെ ഒബ്സർവ് ചെയ്ത് ഫെയ്ഡ് ആകാൻ അനുവദിക്കാം. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ അതിന്റെ ശീലത്തിനെ നമ്മൾ ഇല്ലാണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം രണ്ട് വാചകം പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ദുഃഖ നിരോധഗാമിനി പടിപത എന്നും ദുഃഖ സമുദയഗാമിനി പടിപത എന്ന് രണ്ട് വാചകം പറയുന്നുണ്ട്. ദുഃഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്വസ്ഥത, അതായത് സ്വസ്ഥമായിട്ടിരിക്കുന്ന മനസ്സിനകത്ത് വികാരം വരുമ്പോഴാണ് അതിന്റെ ചാട്ടം തുടങ്ങുന്നത്. അപ്പോഴാണ് അതിന്റെ അസ്വസ്ഥത എന്ന് പറയുന്നത്. നിർവികാരമായിട്ടിരിക്കുമ്പോഴാണ് അത് ശാന്തമായിട്ടിരിക്കും. അപ്പൊ ദുഃഖ നിരോധത്തിലേക്ക് വേണമെങ്കിൽ നമുക്ക് പോവാം, ദുഃഖ സമുദയത്തിലേക്ക് വേണമെങ്കിൽ നമുക്ക് പോവാം. ദുഃഖ നിരോധം എന്ന് പറയുമ്പോൾ നമ്മളതിനെ ഒബ്സർവ് ചെയ്യുന്നു, അത് തന്നെത്താൻ പോകുന്നു, നമ്മൾ ആ ദുഃഖത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. അതല്ല, ദുഃഖത്തെ പിന്നെയും സമുദയം, അതിനെ പിന്നെ റിപ്പീറ്റ് ചെയ്ത് പിന്നെയും ബലവത്താക്കുന്ന ഒരു പ്രോസസ്സിലേക്ക് വേണമെങ്കിൽ നമുക്ക് പോകാം. എന്താണ്? സെൻസേഷൻ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു, അതിനോട് ഇഷ്ടം കാണിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഒബ്സർവ് ചെയ്യുന്ന സെൻസേഷനെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന മൊമെന്റിൽ ഇഷ്ടം കാണിക്കരുത്. അതിനെ പാസ് ഓൺ ചെയ്യാൻ നിർവികാരമായി ഡിറ്റാച്ച്ഡ് ആയിട്ട് അതിനെ ഒബ്സർവ് ചെയ്യണം. അതാണ് വിപാസന എന്ന് പറയുന്നത്. ഡിറ്റാച്ച്ഡ് ആയിട്ട് ഒബ്സർവ് ചെയ്യുമ്പോൾ മാത്രമാണ് കറക്ഷൻ നടക്കുന്നത്. അപ്പം നമ്മുടെ ഹാബിറ്റ് ഫോം ചെയ്യുന്ന ആ കീ പോയിന്റ് തന്നെയാണ് നമ്മൾ നമ്മുടെ കറക്ഷൻ അപ്ലൈ ചെയ്യേണ്ടത്. ഇതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ സംശയങ്ങൾ ചോദിക്കുക. ഇനി നമുക്ക് നേരിട്ട് നമ്മുടെ പ്രാക്ടീസിലേക്ക് പോവാം. അപ്പോൾ എല്ലാവരും സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. ബോഡിയിലുള്ള ടൈറ്റ്നെസ് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഷോൾഡറിലും മറ്റെവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം റിലാക്സ്ഡ് ആക്കി ഇടുക.
ജസ്റ്റ് മനസ്സുകൊണ്ട് ശരീരമൊക്കെ ഒന്ന് മൊത്തത്തിലൊന്ന് ഒബ്സർവ് ചെയ്തിട്ട് എല്ലായിടത്തും എവിടെയെങ്കിലുമൊക്കെ ബലം പിടുത്തമൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒന്ന് റിലാക്സ് ആക്കുക. അതിനുശേഷം നമ്മുടെ ലങ്സിനെയും കൂടെ ഒന്ന് റിലാക്സ് ആക്കുക. ഒരു 3 തവണ ഡീപ്പ് ബ്രീത്ത് എടുത്തിട്ട് കണ്ണുകൾ സാവധാനം അടച്ച് റെഡി ആവുക. പതിവ് പോലെ തന്നെ നമ്മുടെ ശ്രദ്ധയെ ഓടിച്ചാടി പാറി നടക്കുന്ന മനസ്സിന്റെ അതിൽ നിന്ന് കൊണ്ടുവന്ന് നമ്മുടെ ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. ശ്വാസത്തിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ശ്വാസത്തിന്റെ ക്രമം, ശ്വാസത്തിന്റെ സ്പർശനം, ശ്വാസത്തിന്റെ ചൂടോ തണുപ്പോ, ശ്വാസത്തിന്റെ ശബ്ദം തുടങ്ങിയ കാര്യങ്ങളിലേക്ക് മാത്രമായിട്ട് നമ്മുടെ ശ്രദ്ധയെ ചുരുക്കുക. ഇനി നമ്മുടെ ശ്വാസം നമ്മുടെ മേൽചുണ്ടിന് മുകളിലുള്ള മൂക്കിന് താഴെയുള്ള ആ ഒരിടത്ത് മീശയുള്ള സ്ഥലത്ത് അവിടെ സ്പർശിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അവിടെ ആ ശ്വാസം സ്പർശിക്കുന്നുണ്ടെന്ന് തോന്നിയാൽ, കിട്ടുന്നുണ്ടെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ഏറെക്കുറെ ഒരു നല്ല ഫോക്കസ് ആയിട്ടുണ്ട് എന്ന് കരുതുക.
ഇനി നമ്മൾ ഇന്നൊന്ന് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ലെവലിലേക്കാണ് നമ്മുടെ ഒബ്സർവേഷനെ കൊണ്ടുപോകാൻ പോകുന്നത്. സാധാരണ പോലെ തന്നെ ശരീരത്ത് നമ്മൾ ഫുള്ളായിട്ട് സ്കാൻ ചെയ്യാൻ പോവുകയാണ്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. എത്ര വലിയ വിഷമമുള്ള ഫീലിങ്ങുകളായാലും, ചിലപ്പോൾ നല്ല ചൊറിച്ചിൽ വരാം, ചിലപ്പോൾ ഇരിക്കുന്ന ഇരിപ്പിൽ അസൗകര്യം തോന്നിയിട്ട് നമുക്ക് എവിടെയെങ്കിലും പെയിൻ തോന്നാം. നമുക്കതുപോലെ നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഏതെങ്കിലുമൊക്കെ ഫീലിങ്ങുകൾ നമ്മുടെ ശരീരത്ത് വരാം. അത് വന്നാലും അവയെ ഒബ്സർവ് ചെയ്തേ ഞാൻ നിൽക്കൂ എന്ന രീതിയിലുള്ള ഒരു നിലപാടെടുക്കണം, പറ്റുന്നത്രയും. ആ സമയത്ത് ഞാൻ മാറിയിരിക്കാനോ ശരീരത്തിലെ മാറ്റാനോ ചൊറിയാനോ തടവാനോ ഒന്നും പോകത്തില്ല. ഞാൻ പൂർണ്ണമായിട്ട് ഒബ്സർവേഷൻ തന്നെ ഇരിക്കും. അതെന്നെ ബുദ്ധിമുട്ടിച്ചാലും ഞാൻ ഒബ്സർവേഷൻ തന്നെ, അതിനെ ഞാൻ നോക്കും എന്ന രീതിയിൽ ഒരു നിലപാടെടുക്കാൻ ശ്രമിക്കുക. അതിനാണ് അധിഷ്ഠാന എന്ന് പറയുന്നത്. പാലി ഭാഷയിൽ അധിഷ്ഠാന എന്നാണ് പറയുന്നത്. ഡിറ്റർമിനേഷനാണ്. അപ്പോൾ നമുക്ക് കാലുകളുടെ ഉള്ളംകാലിൻ്റെ അവിടേക്ക് നമുക്ക് പോവാം. രണ്ട് കാലിൻ്റെയും ഉള്ളംകാലുകൾ, കാൽവിരലുകൾ, അവിടേക്ക് എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. കാലുകളുടെ അവിടെ എന്ത് തരം ഫീലിംഗ് നമുക്ക് ഫീൽ ചെയ്യുന്നത്, എന്തും ഒരു പ്രത്യേക തരം ഫീലിങ്ങുകളൊന്നും ഇല്ല, എന്തും ഫീലിംഗ് ആണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്, എന്തും. ഏത് ഫീലിങ്ങും നമ്മൾ അതിലേക്ക് ഡൈസെക്റ്റ് ചെയ്ത് അതിനകത്തുള്ളിലേക്ക് ഇറങ്ങിയാൽ അതെല്ലാം കലാപകണങ്ങളുടെ വൈബ്രേഷൻ, പല രീതിയിലുള്ള വൈബ്രേഷൻ ആയതുകൊണ്ടാണ് നമുക്കത് പല രീതിയിലുള്ള ഫീലിംഗ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ചൊറിച്ചിലെന്ന് പറയുന്നതും പെയിനെന്ന് പറയുന്നതും തരിപ്പെന്ന് പറയുന്നതും തണുപ്പെന്ന് പറയുന്നതും ചൂടെന്ന് പറയുന്നതും വേർക്കലെന്ന് പറയുന്നതും ഇതെല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള അതിൻ്റെ വൈബ്രേറ്ററി സ്വഭാവങ്ങൾ കൊണ്ടാണ് നമുക്ക് പല ഫീലിങ്ങുകൾ നമുക്ക് ശരീരത്തിൽ തോന്നുന്നത്. അപ്പോൾ ഇതെല്ലാം വൈബ്രേഷൻസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വേണമെങ്കിൽ നമുക്ക് പെടുത്താം. അപ്പോൾ കാലിൻ്റെ ഉള്ളിലും കാലിൻ്റെ വിരലുകളിലും എന്തെങ്കിലുമൊക്കെ വൈബ്രേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. പെയിനും ഒരു വൈബ്രേഷനാണ്, ചൂടൊരു വൈബ്രേഷനാണ്, തണുപ്പൊരു വൈബ്രേഷനാണ്, എല്ലാം. ഇനി കാലിൻ്റെ മോള് വശവും കാൽപത്തി ആകെ തന്നെ ശ്രദ്ധിക്കുക. ഉള്ളിലോട്ടും കൂടെ, ത്വക്കിൻ്റെ അടിയിലും മാംസത്തിനുള്ളിലും ശരീരത്തിൻ്റെ ഉള്ളിലും എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടോ, ഫീൽ ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ കാലെന്ന് പറയുന്ന ആ ഒരു ഭാഗം മൊത്തമായിട്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക.
നമ്മുടെ എക്സ്പീരിയൻസിന്റെ കണ്ണുകൊണ്ട്, അതാണ് ഉൾക്കാഴ്ച എന്ന് പറയുന്നത്. അനുഭവത്തിൽ കൂടിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫീലിംഗിന്റെ പ്രവർത്തനത്തിലൂടെയാണ് നമ്മൾ കാണുന്നത്. അതിലൂടെ നമ്മൾ ശരീരത്തിന്റെ അകത്തുകൂടി തന്നെ നമ്മൾ സഞ്ചരിക്കാൻ പോവുകയാണ്. ഓരോ ഭാഗം എടുക്കുമ്പോഴും തൊലിപ്പുറത്ത് മാത്രമല്ല നമ്മൾ ഇനി ശ്രദ്ധിക്കാൻ പോകുന്നത്, ഉള്ളിലും കൂടിയാണ്. ഇനി നമ്മുടെ കണങ്കാല് മുതൽ മുട്ട് വരെയുള്ള 2 കാലിന്റെയും ഭാഗങ്ങൾ സാധാരണ ചെയ്യുന്നത് പോലെ സ്കാൻ ചെയ്യുക. ഇത്തവണ അകത്തും പുറത്തും സ്കാൻ ചെയ്യുക. പതിയെ പതിയെ മുട്ട് വരെ പ്രോഗ്രസ് ചെയ്യുക. നമ്മുടെ ഭൗതിക ശരീരം, അത് തൊലിക്കുള്ളിലുള്ളതും മാംസവും മജ്ജയും എല്ലുകളും എല്ലാം ആറ്റങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ആറ്റങ്ങളെല്ലാം നിരന്തരം വൈബ്രേഷനിലുമാണ്. അതാണ് നമുക്ക് ഫീലിങ്ങുകളായിട്ട് അനുഭവപ്പെടുന്നത്. ആ ഭൗതിക ശരീരം മൊത്തമായിട്ട് തന്നെ നമ്മൾ ഇന്ന് ഓരോ പാർട്ടായിട്ട് ഉള്ളിലും അകത്തും പുറത്തും ഒക്കെ നമ്മൾ സ്കാൻ ചെയ്യുകയാണ്. നമ്മൾ മുട്ട് വരെ എത്തിയിരിക്കുകയാണ്. മുട്ടിന്റെ അവിടെ തന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിലും അകവും പുറവും പിറകുവശവും എല്ലാം ശ്രദ്ധിക്കുക. ശരീരം റിലാക്സ്ഡ് ആയിരിക്കണം. ഇനി സാവധാനം നമ്മൾ അര വരെ പ്രോഗ്രസ് ചെയ്യാൻ പോവാണ്. മുട്ട് മുതൽ അര വരെ പ്രോഗ്രസ് ചെയ്യാൻ പോവാണ്. ഒരു 2 ഇഞ്ച് നീളത്തിൽ മുകളിലേക്ക് നമ്മൾ യാത്ര ചെയ്യുകയാണ്. ഓരോ സ്ഥലവും നിർത്തി ചുറ്റോട് ചുറ്റും ഉള്ളിലും അകത്തും പുറത്തും എന്തെങ്കിലും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. എനി വൈബ്രേഷൻസ്.
സാവധാനം അതേ പ്രക്രിയ മുകളിലേക്ക് ഓരോ 2 ഇഞ്ചിലും ആവർത്തിച്ച് ചെയ്ത് നമ്മുടെ ഇരിക്കുന്ന അര വരെയും ബട്ടക്സ് വരെയും അര വരെയും വരിക. ശരീരത്തിൻ്റെ ഉള്ളിലൂടെ നമ്മൾ നമ്മുടെ അനുഭവങ്ങൾ കൊണ്ട് ട്രാവൽ ചെയ്യണം. മനസ്സിലൂടെ ശരീരത്തിൻ്റെ ഉള്ളിലൂടെ പാസ് ചെയ്യുന്നത് പോലെ നമ്മൾ ഫീലിങ്സിൻ്റെ മണ്ഡലത്തിലൂടെ യാത്ര ചെയ്യണം. നമ്മുടെ തുടയിലെ മസിലുകൾ, മുമ്പിലും പുറകിലുള്ള മസിലുകൾ ഉള്ളിലൂടെ നമ്മളിപ്പോൾ ഇരിക്കുന്ന ആ ഒരു സ്ഥലത്തെത്തുമ്പോൾ നമ്മുടെ കാലിൻ്റെ തുടയുടെ താഴ്വശവും ബട്ടക്സിൻ്റെ അവിടെയൊക്കെ വേദന ഉണ്ടാവാം, തരിപ്പുണ്ടാവാം. ഒരേ സമയം ഒരേ സ്ഥലത്ത് ഇരിക്കുമ്പോൾ നമുക്ക് ഒന്ന് മാറിയിരിക്കണം, ഒന്ന് ചേഞ്ച് ചെയ്യണം, ഒന്ന് അനങ്ങണം നമുക്ക് തോന്നും. അധിഷ്ഠാനത്തിലൂടെ ആയതുകൊണ്ട് നമ്മൾ ഇന്ന് അത്തരം ചലനങ്ങളൊന്നും ചെയ്യില്ല. നമ്മൾ അതിനെയും ഒബ്സർവ് ചെയ്യും. അങ്ങനെ ഒബ്സർവ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനകത്തുണ്ടാകുന്ന ഇറിറ്റേഷനെ പറ്റി നമുക്കൊരു അറിവ് കിട്ടും. പ്രതികരിക്കാൻ, ആ അസ്വസ്ഥതയൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സ് കിടന്ന് ചലിക്കുന്ന ഒരു പെടച്ചിൽ നമുക്ക് കാണാൻ പറ്റും. അതാണ് നമ്മുടെ റിയാക്ഷൻ പാറ്റേൺസ്, സംഘാരകൾ എന്ന് പറയും. ശരീരത്തുണ്ടാകുന്ന അനുഭൂതികളെയും സംഘാര എന്ന പേരിൽ നമുക്ക് ബ്രോഡായിട്ട് പറയാം. അങ്ങനെ നമ്മുടെ ജെനിറ്റൽ ഓർഗൻസിൻ്റെ അവിടെയും ഒക്കെ നമ്മൾ ഒബ്സർവ് ചെയ്തു. നമ്മുടെ അര വരെ എത്തി. നമ്മൾ ഇനി അതുപോലെ തന്നെ നമ്മൾ മുകളിലേക്കും കൂടെ ട്രാവൽ ചെയ്യുകയാണ്. ഇൻ ആൻഡ് ഔട്ട് ആൻഡ് അക്രോസ് ദ ബോഡി, അറൗണ്ട് ദ ബോഡി. നമ്മുടെ വയറിൻ്റെ പുറത്തും പുറത്തുവശത്തും വയറിൻ്റെ ഉള്ളിലും ഒക്കെ നമുക്ക് എന്തൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഒബ്സർവ് ചെയ്യുക.
സാവകാശം മുകളിലേക്ക് വരിക. വയറിൻ്റെ മുകൾ ഭാഗത്തേക്ക് നമ്മുടെ റിബ് കേജ്, വാരിയെല്ലുകളിലായിരിക്കുന്ന ഫ്രണ്ട് വശത്തെ പോർഷൻ, ചെസ്റ്റിൻ്റെ അവിടം, ചെസ്റ്റിൻ്റെ അകത്തുകൂടി ലങ്സ് എക്സ്പാൻഡ് ചെയ്യുകയും കോൺട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നത് ശ്രദ്ധിക്കുക. അവിടെ എന്തെങ്കിലും ഭാരമോ എന്തെങ്കിലും വെയിറ്റോ എന്തെങ്കിലും വിമ്മിഷ്ടമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ഫീൽ ചെയ്യുക. ചാരിയിരിക്കുന്നവരാണെങ്കിൽ പുറത്ത് എന്തെങ്കിലുമൊക്കെ പെയിനോ തരിപ്പോ ചൂടോ വേദനയോ മരവിപ്പോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഫീൽ ചെയ്യുക. നമ്മുടെ ചെസ്റ്റ് കഴിഞ്ഞ് നമ്മൾ മുകളിലേക്ക് യാത്ര ചെയ്ത് നമ്മുടെ കക്ഷം വരെയുള്ള, നമ്മുടെ ഷോൾഡർ വരെയുള്ള സ്ഥലത്തേക്ക് നമ്മളുടെ സ്കാനിങ് എത്തിക്കുക. അകത്തും പുറത്തും ചുറ്റോട് ചുറ്റും. ഇപ്പോൾ നമ്മൾ പാദങ്ങൾ മുതൽ നമ്മുടെ ഷോൾഡർ വരെ മെയിൻ ബോഡിയിൽ നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നമ്മുടെ കൈകളുടെ അറ്റത്ത് നിന്ന് ഇതുപോലെ ഷോൾഡർ വരെ സ്കാൻ ചെയ്ത് വരിക. ഉള്ളം കൈകളിലേക്ക് പോവുക. വിരലുകൾ, ഉള്ളം കൈ, ഇനി കൈയുടെ മേൽപത്തി, പുറം ഭാഗം, ഇനി കൈപ്പത്തിയുടെ ഉൾവശം, അതായത് മാംസത്തിനുള്ളിൽ, തൊലിയുടെ അകത്ത്, ത്വക്കിൻ്റെ അകത്തുള്ള മാംസവും എല്ലുകളും പേശികളുമുള്ള ആ ഫുൾ കൈപ്പത്തി ശ്രദ്ധിക്കുക. 2 കൈപ്പത്തികളും ശ്രദ്ധിക്കുക. ഇനി നമ്മൾ പതുക്കെ ഗ്രാജുവലി മുകളിലേക്ക് അഡ്വാൻസ് ചെയ്യുക. നമ്മുടെ കൈത്തണ്ട മുതൽ കൈമുട്ട് വരെയുള്ള
ആ പോർഷൻസ് എല്ലാം സ്ലോലി അകത്തും പുറത്തും ചുറ്റോട് ചുറ്റും സ്കാൻ ചെയ്യുക. ഇനി കൈ മുട്ടുകളുടെ അവിടെ ഫുള്ളായിട്ട് ഫ്രണ്ടും ബാക്കും ഉൾവശവും ശ്രദ്ധിക്കുക. എന്തെങ്കിലുമൊക്കെ സെൻസേഷൻസ് ഉണ്ടോ എന്ന് നോക്കുക. ഇനി കൈയുടെ തോള് വരെയുള്ള ഭാഗം, കക്ഷം വരെയുള്ള ഭാഗത്തെ നമ്മുടെ കൈയുടെ പുറവശം, ഫ്രണ്ട് വശം, നമ്മുടെ ബൈസെപ്സ്, ട്രൈസെപ്സ്, ആ മസിലുകൾ എല്ലാം നമ്മൾ ശ്രദ്ധിക്കുക, അകത്തും പുറത്തും. നമ്മുടെ 2 ഷോൾഡർ ബോണും ആ ജോയിന്റ് അകത്തും പുറത്തും എല്ലായിടത്തും ഫീൽ ചെയ്യുക. ഇനി ഷോൾഡർ ജോയിന്റ് മുതൽ കഴുത്ത് വരെയുള്ള ഭാഗങ്ങൾ ഫീൽ ചെയ്യുക. ഇനി നമ്മുടെ കഴുത്ത് ഫുള്ളായിട്ട് തന്നെ ചുറ്റോട് ചുറ്റും അതിൻ്റെ അകവും പുറവും ശ്രദ്ധിക്കുക. അവിടെ എന്തെങ്കിലുമൊക്കെ ഫീലിങ്സ്, എന്തെങ്കിലുമൊക്കെ വൈബ്രേഷൻസ് ഉണ്ടോ എന്ന് ഫീൽ ചെയ്യുക. ഇനി നമ്മുടെ താടിയല് ഫുള്ളായിട്ട് തന്നെ നമ്മുടെ ജോസ്, നമ്മുടെ അണപ്പല്ലുകൾ, നാവ്, ത്രോട്ട് എല്ലാ ഭാഗവും ഒന്ന് ഫുള്ളായിട്ടൊന്ന് സ്കാൻ ചെയ്യുക. ഇനി മേൽത്താടി മുതൽ മൂക്ക് വരെയുള്ള ഭാഗം ഫുള്ളായിട്ട്, കണ്ണുകൾ ഉൾപ്പെടെയുള്ള ഭാഗം, പല്ലുകൾ, മുകളിലത്തെ പല്ലുകൾ, മുകളിലത്തെ വായുടെ മേൽഭാഗം, ചുണ്ടുകൾ,
മൂക്ക്, കവിളുകൾ, ചെവി, കണ്ണുകൾ, ഐബോൾ, ഇത്രയും കാര്യങ്ങൾ സൂക്ഷ്മമായിട്ടൊന്ന് സ്കാൻ ചെയ്യുക, ഉള്ളിലും പുറത്തും. ഇനി നമ്മുടെ നെറ്റിയുടെ ആ ലെവലിലുള്ള ആ ഫുൾ തലയുടെ ചുറ്റോട് ചുറ്റും ഉള്ളിലും ഇനി തലയുടെ ടോപ്പ് സർഫസ് നെറുക വരെയുള്ള ഭാഗങ്ങൾ ശ്രദ്ധിക്കുക. ഇനി തിരിച്ച് ശ്വാസത്തിലേക്ക്, ആനപാനസതിയിലേക്ക് വരിക. ശ്വാസത്തിന്റെ സ്പർശനം മാത്രം ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ ശരീരം മൊത്തം, തലയും ബോഡിയും കാലുകളും കൈകളും എല്ലാം കൂടെ ഉൾപ്പെടെ ഒരൊറ്റ യൂണിറ്റ് ആയിട്ട് ഫുള്ളായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഇനി തിരിച്ച് ആനപാനസതിയിലേക്ക് വരിക. ഇനി എല്ലാവരും കണ്ണുറക്കുക, ഫ്രഷ് ആവുക. അപ്പോൾ നമ്മൾ ചെയ്തത് ഏതാണ്ട് കംപ്ലീറ്റ് കോംപ്രഹെൻസീവ് ആയിട്ടുള്ള വിപാസനയും കൂടെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് കുറച്ചും കൂടെ സമയമെടുത്ത് സാവധാനത്തിൽ നിങ്ങൾക്ക് ചെയ്യാം. ഒരു 1 hour ഫുള്ളായിട്ട് തന്നെ ഈ ഒരു പ്രോസസ്സിന് വേണ്ടി വരും. ഇതിലൂടെ കംപ്ലീറ്റ് നമ്മളെ ബോഡിയിലുള്ള എല്ലാ സെൻസേഷനെയാണ് നമ്മൾ ഒബ്സർവ് ചെയ്ത് വരുന്നത്. ഈ ഒരു പ്രോസസ്സിനുള്ളിൽ സാധാരണഗതിയിലായിരുന്നെങ്കിൽ നമ്മൾ റിയാക്ട് ചെയ്യുമായിരുന്ന പല സെൻസേഷൻസും ഇതിനകത്തൂടെ വന്നു പോയിട്ടുണ്ട്. പക്ഷെ നമ്മളവിടെയൊക്കെ ഒബ്സർവേഷൻ്റെ മോഡിലായിരുന്നു.
അതുകൊണ്ട് തന്നെ ഒത്തിരിയേറെ മനസ്സിൻ്റെ അലട്ടുന്ന ചെറിയ ചെറിയ ഹാബിറ്റുകൾ ഇതിൽ കൂടെ തന്നെ സോൾവ് ആയി പോകും, നമ്മൾ അറിയാതെ തന്നെ. അത്തരം ഹാബിറ്റുകൾ തന്നെ മാഞ്ഞു പോകും. ഈ ഒരു പ്രോസസ്സ് നിരന്തരം ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിൽ ചിന്തകൾ കുറയുകയും നമ്മുടെ സെൻസേഷനിലേക്കുള്ള നമ്മുടെ അറ്റൻഷൻ, ഫോക്കസ് അത് കൂടി വരികയും ചെയ്യും. കാര്യം നമ്മൾ ഇതാണ് കൂടുതൽ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഹാബിറ്റായി മാറും. ചിന്തകളിൽ നിന്ന് സ്വാഭാവികമായിട്ട് മനസ്സ് ഷിഫ്റ്റ് ചെയ്ത് മനസ്സിൻ്റെ അറ്റൻഷൻ ശരീരത്തിലെ സെൻസേഷൻസിലേക്ക് തനിയെ വരും, പ്രാക്ടീസ് ചെയ്യുന്നിടത്തോളം കാലം. അങ്ങനെ നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ ഇരിപ്പിടം ചിന്തകളിൽ നിന്ന് മാറ്റി സെൻസേഷനുകളിലേക്ക് കൊണ്ടുവരും. അങ്ങനെ വന്നാൽ നമുക്ക് ഓരോ സമയത്തും നമ്മൾ റിയാക്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ശരീരത്തിൽ സെൻസേഷൻസ് നമുക്ക് കിട്ടും. അങ്ങനെ കിട്ടുമ്പോൾ അതിനെ അവിടെ വെച്ച് തന്നെ നമുക്ക് വേണ്ടുന്നതാണെങ്കിൽ റെസ്പോണ്ട് ചെയ്താൽ മതി, വേണ്ടാത്തതാണെങ്കിൽ നമുക്ക് അവിടെ വെച്ച് തന്നെ അതിനെ ഫേഡ് ചെയ്യാൻ അനുവദിക്കാം. അങ്ങനെ വരുമ്പോൾ മനസ്സ് നമ്മുടെ കൺട്രോളിൽ നിൽക്കും. ഇങ്ങനെയാണ് മനസ്സിനെ വശത്താക്കുക എന്ന് പറയുന്നത്. അപ്പോൾ സെൻസേഷനെ പറ്റിയുള്ള അറ്റൻഷൻ, അതിനെപ്പറ്റിയുള്ള അവയർനെസ്, അതിനെപ്പറ്റിയുള്ള മൈൻഡ്ഫുൾനെസ് നമുക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതാണ് ഇതിൻ്റെ ടെക്നിക്ക്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നിരന്തരമായിട്ട് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക, സമയമെടുത്ത് ഫോക്കസ്ഡായി ചെയ്യുക. നമുക്കത് റിപ്പീറ്റ് ചെയ്യുന്നതോടൊപ്പം കൂടുതലായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതലായിട്ട് ക്ലിയറായി വരികയും ചെയ്യും. നിങ്ങൾക്ക് തന്നെ നിങ്ങളെപ്പറ്റിയുള്ള അറിവ്, ഞാൻ ഈ പറഞ്ഞ ബുദ്ധൻ പോയ അതേ വഴിയിൽ കൂടെ നിങ്ങളും പോകും. ഇത് കൂടുതലായി ചെയ്ത് ഇതൊരു ഘട്ടം എത്തുമ്പോൾ നിങ്ങൾക്ക് തന്നെ താൻ ഈ ഉൾക്കാഴ്ചകൾ ക്ലിയറായി അർഹതാവസ്ഥ, അല്ലെങ്കിൽ ഞാൻ അഹം എന്ന് പറയുന്നൊരു തോന്നലില്ല എന്നുള്ള അവസ്ഥയൊക്കെ നിങ്ങൾ തന്നെ സ്വയം അത് എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അധികം സമയം നമുക്ക് ബാക്കിയില്ല. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്യുക. നാളെ നമുക്ക് ഇതിനെപ്പറ്റി ബാക്കിയും കൂടെ സംസാരിക്കാം. അപ്പോൾ ഇത് ഞാൻ റെക്കോർഡ് ചെയ്തിടും. ഇതൊരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള മെഡിറ്റേഷൻ്റെ ഫുൾ പ്രോസസ്സാണ്. കുറച്ചുകൂടി സമയമെടുത്ത് സാവകാശം ചെയ്യണമെന്ന് മാത്രം. പക്ഷേ പ്രോസസ്സ് സെയിം ആണ്. അതുകൊണ്ട് ഇതിനെ ഒരു ബേസായിട്ട് എടുത്തുകൊണ്ടിട്ട് നിങ്ങൾ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുക. നാളെ നമുക്ക് ചോദ്യങ്ങളും ഉത്തരങ്ങളും ആവാം. പക്ഷെ പ്രാക്ടീസ് ഈ എപ്പിസോഡിനെ ഉപയോഗിക്കുക. ഇപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടുക, അല്ലെങ്കിൽ എന്നെ നേരിട്ട് വിളിക്കുക, അല്ലെങ്കിൽ നാളെ ചോദിക്കുക. നമുക്ക് നാളത്തേക്ക് ചോദ്യോത്തരങ്ങൾ മാറ്റാം. നാളെ എന്തായാലും നമ്മൾ അതിനു വേണ്ടി തന്നെയാണ് മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം.